12 മണി കഴിഞ്ഞിട്ടും അർജുൻ വീട്ടിലെത്താത്തതിൻ്റെ ആശങ്കയിൽ ജനലരികിൽ നിൽക്കുകയായിരുന്നു സന്ധ്യ. പെട്ടെന്നാണ് ടേബിളിന് മുകളിലിരുന്ന അർജുൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അൺനോൺ നമ്പർ എന്നതായിരുന്നു ഡിസ്പ്ലേയിൽ തെളിഞ്ഞത്. സാധാരണ അർജുൻ്റെ ഫോണിൽ തൊടാത്ത സന്ധ്യയുടെ ഉള്ളിൽ അന്നെന്തോ ഒരു അപായ സൂചന തോന്നി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ ഫോൺ എടുത്തു. കോൾ അറ്റൻഡ് ചെയ്തതും അപ്പുറത്തു നിന്നും ഹൃദയം തകർത്തുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ കരച്ചിലായിരുന്നു കേട്ടത്. "അർജുൻ, പ്ലീസ്, എല്ലാം അവസാനിച്ചു. ഇനി ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളെ രക്ഷിക്കുമെന്ന് വാക്ക് തന്നതല്ലേ? എവിടെയാണ് നിങ്ങൾ? ഇത്രയും വലിയ ചതി ഞങ്ങളോട് ചെയ്യരുതായിരുന്നു." ആ വാക്കുകൾ കേട്ട് സന്ധ്യയുടെ ശ്വാസം നിലച്ചുപോയി. മറുപടി പറയാൻ അവൾ നാവ് പൊക്കിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. പെട്ടെന്നാണ് ഫോൺ കട്ടായി. ആ നിമിഷം തന്നെ വീടിൻ്റെ കോളിംഗ് ബെൽ കടുപ്പത്തിൽ മുഴങ്ങി. പേടിയോടെയും സംശയത്തോടെയും സന്ധ്യ ചെന്ന് വാതിൽ തുറന്നു. അവിടെ കണ്ട കാഴ്ച അവളെ കൂടുതൽ തളർത്തി. അർജുൻ്റെ ഉറ്റ സുഹൃത്തായ സുരേഷ് മഴ നനഞ്ഞു കുതിർന്ന് കിതച്ചുകൊണ്ട് നിൽക്കുന്നു. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയം നിഴലിച്ചിരുന്നു. "സന്ധ്യേ, വേഗം ഇറങ്ങണം. അർജുൻ ഒരു അപകടം. ഹോസ്പിറ്റലിലാണ്." സുരേഷിൻ്റെ വാക്കുകൾ കേട്ടതും സന്ധ്യയുടെ ലോകം കറങ്ങുന്നതുപോലെ തോന്നി. ഒരു വശത്ത് തൻ്റെ ഭർത്താവ് മരണത്തോട് പൊരുതുന്നു എന്ന വാർത്ത, മറുവശത്ത് അയാളെ തേടിയെത്തിയ ആ സ്ത്രീയുടെ ദുരൂഹമായ വാക്കുകൾ. ആ രാത്രി സന്ധ്യയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ തുടക്കമായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ നിശബ്ദമായ ഇടനാഴികളിൽ സന്ധ്യയുടെ ചെരുപ്പിൻ്റെ ശബ്ദം മാത്രം പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. ഐസിയുവിന് മുന്നിലെ ചുവന്ന വെളിച്ചം ഒരു വലിയ അപകടത്തിൻ്റെ സൂചനയെന്നോണം കൺചിമ്മി തുറക്കുന്നു. അർജുൻ അകത്ത് മരണത്തോട് മല്ലിടുമ്പോൾ പുറത്ത് സന്ധ്യയുടെ മനസ്സ് മറ്റൊരു യുദ്ധക്കളമായിരുന്നു. ആ ഫോൺ കോൾ, അതിലെ ആ സ്ത്രീയുടെ കരച്ചിൽ, അത് അവളിൽ സംശയത്തിൻ്റെ കനൽ കോരിയിട്ടു കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് ദൂരെ ഒരു മൂലയിലിരിക്കുന്ന ആ രൂപം സന്ധ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തളർന്നുപോയ ഒരു യുവതി, അവൾക്കൊപ്പം പേടിയോടെ നിൽക്കുന്ന ഒരു ചെറിയ കുട്ടി. ആ കുട്ടിയുടെ മുഖത്തിന് അർജുനുമായി തോന്നിക്കുന്ന ആ സാമ്യം സന്ധ്യയുടെ നെഞ്ചിൽ ഒരു ആണി തറയ്ക്കുന്നതുപോലെ തോന്നിപ്പിച്ചു. ഭയവും ദേഷ്യവും ഒരുപോലെ ഇരച്ചു കയറിയപ്പോൾ സന്ധ്യ അവരിലേക്ക് നടന്നു. തൻ്റെ നേർക്ക് വരുന്ന സന്ധ്യയെ കണ്ടതും ആ സ്ത്രീയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അവർ ആ കുട്ടിയെ തൻ്റെ പിന്നിലേക്ക് ചേർത്ത് പിടിച്ചു. "ആരാണ് നിങ്ങൾ? എൻ്റെ ഭർത്താവിനെ എന്തിനാണ് നിങ്ങൾ ഫോണിൽ വിളിച്ചത്?" സന്ധ്യയുടെ ചോദ്യം ആ ഇടനാഴിയിൽ മുഴങ്ങി. ആ സ്ത്രീ മറുപടി പറയാൻ തുനിഞ്ഞെങ്കിലും വാക്കുകൾ പുറത്തു വന്നില്ല. അവർ സന്ധ്യയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ഭയന്ന് തല താഴ്ത്തി നിന്നു. അതേസമയം സുരേഷ് അവിടേക്ക് ഓടി വരികയും സന്ധ്യയെ നിർബന്ധിച്ച് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. "സന്ധ്യേ, അർജുൻ്റെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നീ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്" എന്ന് സുരേഷ് പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ എന്തോ മറയ്ക്കാനുള്ള വ്യഗ്രത സന്ധ്യ തിരിച്ചറിഞ്ഞു. സുരേഷിൻ്റെ കൈ തട്ടിമാറ്റി സന്ധ്യ ആക്രോശിച്ചു. "എനിക്ക് സത്യം അറിയണം സുരേഷേ. ഈ 10 വർഷം ഞാൻ സ്നേഹിച്ചത് ഒരു നുണയനെയാണോ? ഈ നിൽക്കുന്ന സ്ത്രീയും കുട്ടിയും ആരാണ്?" ഹോസ്പിറ്റലിലെ ആ തണുത്ത അന്തരീക്ഷത്തിൽ സന്ധ്യയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സുരേഷും ആ സ്ത്രീയും നിശബ്ദരായപ്പോൾ തൻ്റെ സുരക്ഷിതമായ ലോകം തകർന്നു വീഴുന്നത് സന്ധ്യ വേദനയോടെ കണ്ടുനിന്നു. ഐസിയുവിന് മുന്നിലെ ആ തണുത്ത ബെഞ്ചിലിരുന്ന് സന്ധ്യ പൊട്ടിക്കരയുകയായിരുന്നു. തൻ്റെ 10 വർഷത്തെ ദാമ്പത്യം വെറും ഒരു കപട നാടകമായിരുന്നു എന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് സുരേഷ് അവളുടെ അരികിലെത്തി വളരെ പതുക്കെ ആ സത്യം പറഞ്ഞു തുടങ്ങിയത്. "സന്ധ്യേ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. അർജുൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല. മറിച്ച് നിനക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു." സുരേഷിൻ്റെ വാക്കുകൾ കേട്ട് സന്ധ്യ സംശയത്തോടെ തലയുയർത്തി.
10 വർഷം മുൻപ് നിങ്ങളുടെ വിവാഹത്തിന് തൊട്ടു മുൻപ് നടന്ന ഒരു പഴയ കാർ അപകടം നിനക്ക് ഓർമ്മയില്ലേ? അന്ന് അർജുൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകിയത് അവൻ്റെ സുഹൃത്ത് വിനയനാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് വിനയൻ അർജുൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഒരു വാക്ക് വാങ്ങിയിരുന്നു. തൻ്റെ മരണശേഷം തൻ്റെ ഭാര്യയും ജനിക്കാൻ പോകുന്ന കുഞ്ഞും അനാഥരാകരുത് എന്ന്. ആ വാക്കാണ് അർജുൻ ഇത്രയും കാലം നിറവേറ്റിക്കൊണ്ടിരുന്നത്. സുരേഷ് തുടർന്നു. നിന്നോട് പറഞ്ഞാൽ നീ അത് എങ്ങനെ സ്വീകരിക്കും എന്ന ഭയമായിരുന്നു അവന്. നിന്റെ സന്തോഷത്തിന് ഒരു കുറവും വരാതിരിക്കാൻ അവൻ രാപ്പകൽ അധ്വാനിച്ചു. ആ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് ആ കുടുംബത്തിന് വേണ്ടി അവൻ രഹസ്യമായി മാറ്റിവെച്ചു. ജോലി ആവശ്യത്തിനെന്നു പറഞ്ഞ് അവൻ പോയിരുന്നത് ആ കുഞ്ഞിനെ കാണാനായിരുന്നു. സ്വന്തം മകളെപ്പോലെയാണ് അർജുൻ ആ കുട്ടിയെ കണ്ടിരുന്നത്. ആ വാക്കുകൾ കേട്ടതും സന്ധ്യയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഇന്ന് രാത്രി ആ സ്ത്രീ വിളിച്ചത് പണത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ആ കുട്ടിക്ക് പെട്ടെന്നുണ്ടായ ശ്വാസം മുട്ടൽ കണ്ട് പേടിച്ചിട്ടായിരുന്നു. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഓടിപ്പോകുന്ന വഴിക്കാണ് അർജുന് ഈ അപകടം സംഭവിച്ചത്. താൻ ഇത്രയും നേരം ശപിച്ച തൻ്റെ ഭർത്താവ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഭാരം പേറിയാണ് നടന്നതെന്ന് സന്ധ്യ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവൾ പതുക്കെ ആ യുവതിയുടെ അടുത്തേക്ക് നടന്നു. വാടിത്തളർന്നിരുന്ന ആ സ്ത്രീയുടെ കൈകൾ ചേർത്ത് പിടിച്ച് സന്ധ്യ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, മാപ്പ്, എന്നോട് ക്ഷമിക്കണം, ഞാനൊന്നും അറിഞ്ഞില്ല. ICUവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ സന്ധ്യയുടെ കണ്ണുകളിൽ പഴയ സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള അതിരറ്റ അഭിമാനവും സ്നേഹവും മാത്രമായിരുന്നു. മഴ തോർന്നു തുടങ്ങിയിരുന്നു. പക്ഷേ സന്ധ്യയുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് അപ്പോഴും അടങ്ങിയിരുന്നില്ല. താൻ ഇത്രയും കാലം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിക്കുമ്പോൾ അർജുൻ ഒരു പർവ്വതം പോലെ തൻ്റെ സുഹൃത്തിന് നൽകിയ വാക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു എന്ന് അവൾ ഓരോ നിമിഷവും ഓർത്തു. സത്യം അറിഞ്ഞതിനു ശേഷം ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും സന്ധ്യയ്ക്ക് കഴിഞ്ഞില്ല. ഒരു വേള താൻ അവരെ എത്രത്തോളം വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി. അകത്തേക്ക് നടക്കുമ്പോൾ സന്ധ്യയുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. അവിടെ വെളുത്ത വിരിപ്പുകൾക്കിടയിൽ തളർന്നു കിടക്കുന്ന അർജുൻ. അയാളുടെ തലയിലും കയ്യിലും വെളുത്ത കെട്ടുകൾ. സന്ധ്യ അവൻ്റെ അരികിലിരുന്നു. ആ കൈകൾ മെല്ലെ തൻ്റെ കൈവെള്ളയിലെടുത്തു. അർജുൻ പതുക്കെ കണ്ണുകൾ തുറന്നു. തൻ്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന സന്ധ്യയെ കണ്ടപ്പോൾ അവൻ വേദനയോടെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സന്ധ്യ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാം നിന്നോട് പറയണം എന്ന് കരുതിയതാണ്. പക്ഷേ നിന്നെ സങ്കടപ്പെടുത്താൻ എനിക്ക് പേടിയായിരുന്നു. സന്ധ്യ വിതുമ്പിക്കൊണ്ട്, ഒന്നും പറയണ്ട അർജുൻ, ഞാൻ എല്ലാം അറിഞ്ഞു. ഇത്രയും വലിയൊരു ഭാരം ഒറ്റയ്ക്ക് ചുമക്കുമ്പോൾ എന്തിനാണ് എന്നെ ഒരു അപരിചിതയെ പോലെ മാറ്റി നിർത്തിയത്? വിനയൻ നിന്റെ മാത്രം സുഹൃത്തല്ലല്ലോ. ഇനി മുതൽ ആ കുട്ടി നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ മകൾക്ക് ഒരു ചേച്ചിയെ കിട്ടിയെന്ന് അവളോട് ഞാൻ പറയും. സ്നേഹം എന്നാൽ ഒന്നിച്ച് ജീവിക്കുക എന്നത് മാത്രമല്ല, മറ്റൊരാൾക്ക് നൽകിയ വാക്ക് സ്വന്തം ജീവിതത്തേക്കാൾ വിലമതിച്ച് കാത്തു സൂക്ഷിക്കുക എന്നത് കൂടിയാണെന്ന് സന്ധ്യ അന്ന് പഠിച്ചു. ആ ഹോസ്പിറ്റൽ മുറിയിൽ അന്ന് പുതിയൊരു കുടുംബം ജനിക്കുകയായിരുന്നു. പരാതികളില്ലാത്ത, രഹസ്യങ്ങളില്ലാത്ത, സ്നേഹം മാത്രം നിറഞ്ഞ ഒരു കുടുംബം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മനോഹരമായ കഥകൾ ഇനിയും കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത കഥയുമായി വീണ്ടും കാണാം.